ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര 11ാം ദിനത്തിലെത്തിയിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇന്ന് യാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, രേവന്ത് റെഡ്ഡി, സുഖീന്ദർ സിംഗ് സുഖു എന്നിവരും അടുത്ത ദിവസങ്ങളിൽ യാത്രയ്ക്കൊപ്പം ചേരും. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷിലേക്ക് വരാം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര പുരോഗമിക്കുകയാണ്. ഇന്ന് 11ാം ദിവസത്തിലാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും ഇന്ന് യാത്രയ്ക്കൊപ്പം ചേരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയും വോട്ടധികാർ യാത്രയിൽ പങ്കുചേർന്നിരുന്നു. ഒപ്പം അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, രേവന്ത് റെഡ്ഡി, സുഖീന്ദർ സിംഗ് സുഖു എന്നിവരും അടുത്ത ദിവസങ്ങളിൽ യാത്രയ്ക്കൊപ്പം ചേരും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഏത് രീതിയിലാണ് ഇപ്പോൾ യാത്ര പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഗുഡ് മോർണിംഗ്. വോട്ടധികാർ യാത്ര ഇന്ന് 11ാം ദിവസമാണ്. ഏതായാലും വലിയ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ BJPക്കുമെതിരെയും രാഹുൽ ഗാന്ധി തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് നടന്ന യാത്രയിലും കടുത്ത വിമർശനവും ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ. അതായത് 2012 മുതൽ ഇത്തരത്തിൽ വോട്ട് കൊള്ള BJP നടത്തുന്നുവെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതായത് 2012 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ വോട്ട് കൊള്ള ആരംഭിക്കുന്നത്. പിന്നീട് 2014 നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നു ഇത്തരത്തിൽ വോട്ട് കൊള്ള നടത്തിയാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു ഉദാഹരണം കൂടി നിരത്തുന്നുണ്ട്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അടുത്ത 50 കൊല്ലം BJP തന്നെ ഇന്ത്യ ഭരിക്കുമെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനൊരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു, രാഷ്ട്രീയമല്ലേ കാര്യങ്ങൾ, എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വിചിത്രമായ പ്രസ്താവനയായിട്ട് അത് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. ഇത് ഈ വോട്ടുകൊള്ള നിരന്തരം നടക്കുന്നതുകൊണ്ടാണ് അത്തരമൊരു പ്രസ്താവന നടത്താൻ അമിത്ഷായ്ക്ക് കഴിയുന്നതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്രത്തിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെയുള്ള പ്രചാരണം യാത്ര അത് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി മുന്നേറുകയാണ്. വിവിധ കക്ഷികൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ കക്ഷികളും ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അടുത്ത മാസം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഇത്തവണ ഇന്ത്യ സഖ്യം അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ നേതാക്കൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ NDA ഇതര മുഖ്യമന്ത്രിമാർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രേവന്ത് റെഡ്ഡി അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കൂടി എത്തുകയാണ്. അല്പസമയത്തകം തന്നെ സ്റ്റാലിൻ ചെന്നൈയിൽ നിന്ന് ബീഹാറിലേക്ക് യാത്രയിരിക്കും. 10 മണിയോടുകൂടി ദർബാംഗയിലെത്തും. അവിടെ രാഹുലിനൊപ്പം റോഡ് ഷോയിലും പിന്നീട് നടക്കുന്ന ഒരു പൊതുയോഗത്തിലും സ്റ്റാലിൻ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ വലിയ രീതിയിലുള്ള വിപുലമായ പ്രചാരണ പരിപാടിയുമായി മാറ്റുകയാണ് ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര. അതേസമയം തന്നെ ഇന്നലെ രേവന്ത് റെഡ്ഡി അവിടെ പങ്കെടുത്തത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബീഹാറിലെ ചില രാഷ്ട്രീയ കക്ഷികളെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോറാണ് രേവന്ത് റെഡ്ഡിക്കെതിരെ രംഗത്ത് വന്നത്. കാരണം രേവന്ത് റെഡ്ഡി 2023 മുഖ്യമന്ത്രിയാകുന്നത്. അന്ന് ചില പരാമർശങ്ങൾ ബീഹാറുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. KCRനെ വിമർശിക്കാനാണ് അത്തരമൊരു പ്രസ്താവനയൊക്കെ തന്നെ അന്ന് നടത്തിയെങ്കിൽ പോലും അതിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം അന്ന് രേവന്ത് റെഡ്ഡി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം തൻ്റെ DNA തെലങ്കാനയിലാണ്, എന്നാൽ KCRന്റെ DNA ബീഹാറുകാരനാണ്, KCR DNA ബീഹാറിയാണ് എന്ന പരാമർശം നടത്തിയിരുന്നു. അതന്ന് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. കാരണം കുറുമി വിഭാഗത്തിലുള്ള ബീഹാറിയാണ് KCR. പിന്നീട് തെലങ്കാനയിലെത്തുകയും ആന്ധ്രാപ്രദേശിലെത്തുകയും അവിടെ നിന്ന് ആന്ധ്രയുടെ ഭാഗമാവുകയും ചെയ്ത ആളാണ്. അതായത് ബീഹാറുകാരനേക്കാൾ മെച്ചപ്പെട്ട DNA ആണ് തെലുങ്ക് നാട്ടിലുള്ള തനിക്ക് എന്ന പരാമർശമാണ് അന്ന് അദ്ദേഹം നടത്തിയത്. അത് അന്ന് തന്നെ RJD അടക്കമുള്ള കക്ഷികൾ BJP ഒപ്പം തന്നെ JDU ഒക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും രേവന്ത് റെഡ്ഡി ഇന്നലെ എത്തിയപ്പോൾ ആ വിമർശനം ആവർത്തിക്കുകയാണ്. അങ്ങനെ ചില നീക്കങ്ങൾ കൂടി പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ബീഹാറിൽ നടക്കുന്നുണ്ട്. അനുശ്രീ, ശരി. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര 11ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനും ഇന്ന് യാത്രയ്ക്കൊപ്പം ചേരുകയാണ്. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.